ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഷബഹാസിൻ്റെ മരണത്തിന് കാരണക്കാരായി 5 പേർക്കും പരീക്ഷ എഴുതാൻ കോടതി അനുവദിച്ചു. കൊള്ളാം. ഇവന്മാർ പരീക്ഷ എഴുതി ജയിച്ചിട്ട് എന്തുണ്ടാക്കാനാ? കൊള്ളാം. ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചാൽ എക്സാം എഴുതാൻ സമ്മതിക്കില്ല. പക്ഷേ ഒരു കൊല ചെയ്താൽ എക്സാം എഴുതാം. കൊലപാതകികൾക്ക് വലിയ ഭാവിയുള്ള നാടാണിത്. കൊലയാളികളെ വളർത്തുന്ന നാടാണ് ഈ നാട്. ഒന്ന് അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ, ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഒരു കൊലയാളിയാവണം. അവർക്ക് വലിയ വിലയാണ്. ജയിലിൽ ചെന്നാലും നല്ല ഭക്ഷണവും കൊടുത്ത് അവരെ അങ്ങ് നല്ല രീതിയിലാണല്ലോ നോക്കുന്നത്. മനുഷ്യൻ്റെ ജീവന് ഒരു പട്ടിയുടെ വിലയെങ്കിലും കൊടുക്ക്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരുത്തരെ കൊന്നിട്ടല്ലോ ആ 4 എക്സാം എഴുതാ. ആ പൊന്നു മോള് പഠിക്കുന്നോലല്ലേ, ഓൺ എഴുതുന്ന എക്സാം അല്ലേ, ഓൺ എഴുതിട്ടില്ലേ? ഈ ഷഹബാസ് വിഷയത്തിൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MSF പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഇടപെടുന്നു. ആ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് പ്രതിഷേധങ്ങളുടെയും സമര പരമ്പരകളുടെയും ഒക്കെ ഒരു ദിവസമായിരിക്കും. ഷഹബാസ് വധക്കേസ് പ്രതികളെ ഒരു തരത്തിലും പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള MSFന്റെ പ്രതിഷേധമാണ് കാണുന്നത്. നേരത്തെ KSU പ്രവർത്തകരും പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പരീക്ഷാ കേന്ദ്രം ജുവനൈൽ ഹോം തന്നെ ആക്കാനുള്ള കൂടിയാലോചനകളിലേക്ക് കടന്നിട്ടുണ്ട്. ദീപ്തിഷ് കൃഷ്ണ വിവരങ്ങൾ നൽകും. ദീപ്തിഷ്, ഈ പരീക്ഷ എഴുതിപ്പിക്കേണ്ട സെന്ററിന് മുന്നിലാണോ ജുവനൈൽ ഹോമിന് മുന്നിലാണോ ഈ MSFന്റെ പ്രതിഷേധം? ഈ പരീക്ഷാ കേന്ദ്രം വീണ്ടും മാറ്റുകയാണോ? ജുവനൈൽ ഹോമിന് മുന്നിലേക്കാണ് ഇപ്പോൾ MSF പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. MSFന്റെ പ്രതിഷേധത്തിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ പ്രതികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. കാരണം അത്തരത്തിലൊരു പരീക്ഷ എഴുതിപ്പിക്കുക എന്നുള്ളൊരു അവകാശത്തിന് അവർ അർഹരല്ല, ഈ കുറ്റവാളികൾ അർഹരല്ല എന്നുള്ളതാണ്. ചെറിയ കുറ്റവാളികൾ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ കുറ്റവാളികൾ ചെയ്യുന്ന ക്രൈം അല്ല, ഒരു കുറ്റകൃത്യമല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കൃത്യമായൊരു ആസൂത്രണവും ഗൂഢാലോചനയും ഒക്കെ ഇതിന്റെ ഭാഗമായി നടന്നു. ഒരു വിദ്യാർത്ഥിയെ, സഹപാഠിയെ മർദ്ദിച്ചു കൊള്ളുന്നൊരു അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവരെ പരീക്ഷ എഴുതിപ്പിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് MSF പ്രവർത്തകർ പറയുന്നത്. MSF പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. പോലീസ് തടഞ്ഞിപ്പോൾ റോഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജുവനൈൽ ഹോമിന് മുന്നിൽ പ്രതിഷേധം പാടില്ല എന്ന് പോലീസ് പറഞ്ഞിരിക്കുകയാണ്. അത് അംഗീകരിക്കാതെ സമരക്കാരും റോഡിൽ അവർ നേർക്കുനേർ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ നേരിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് പതുക്കെ അതിന്റെ കനം കുറഞ്ഞു വരികയാണ്. റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുകയാണ്. ഏതായാലും അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. വലിയ പോലീസ് വാഹനം ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഉള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കും. അതിനോടൊപ്പം തന്നെ പറയേണ്ടത് അതിൽ ഈ പരീക്ഷാ കേന്ദ്രം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതായത് NGO കോട്ടേഴ്സ് സ്കൂളിലാണ് പരീക്ഷ എഴുതിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത്. പരീക്ഷാ കേന്ദ്രം വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ തന്നെ ആക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവരെ ജുവനൈൽ ഹോമിനകത്ത് നിന്ന് തന്നെ പരീക്ഷ എഴുതിപ്പിക്കും. അധ്യാപകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചുമതല നേരത്തെ തന്നെ നൽകിയിരുന്നു. ഈ അധ്യാപകരെ ജുവനൈൽ ഹോമിൽ എത്തിക്കും. പ്രത്യേകിച്ച് ചോദ്യപേപ്പർ അടക്കമുള്ളവ എല്ലാ മറ്റ് സാമഗ്രികളും കൊണ്ട് അവർ ജുവനൈൽ ഹോമിലെത്തും. പരീക്ഷ എഴുതിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയത്. ദൃശ്യങ്ങൾ കാണാം. ഒരു സംഘർഷത്തിലേക്ക് വീണ്ടും നീങ്ങുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. വലിയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്, ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നിലത്ത് റോഡിലൂടെ വലിച്ചഴിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ എല്ലാവരെയും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധമാണ്. അവിടെയാണ് ഷഹബാസ് വധക്കേസ് പ്രതികൾ ഉള്ളത്, 5 പ്രതികളും ഉള്ളത്.
പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല. പ്രതിഷേധത്തിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പരീക്ഷ എഴുതിപ്പിക്കുക എന്നുള്ളതിനെതിരെയാണ്. പരീക്ഷ എഴുതിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പും പോലീസും. കാരണം പരീക്ഷ എഴുതിപ്പിക്കണം എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ഹോമിൽ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള NGO കോട്ടേജ് സ്കൂളിലായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു. ഇവിടെ വീണ്ടും ഒരു ചെറിയ പ്രതിഷേധമുണ്ടാകുന്നു. വീണ്ടും പിടികൂടാത്ത പ്രവർത്തകർ വീണ്ടും ചില പ്രതിഷേധങ്ങളുമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്നുള്ളതാണ് MSFന്റെ ആവശ്യം. MSF മാത്രമല്ല, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ ഇതാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധമുഖത്തുണ്ട്. നേരത്തെ KSU പ്രതിഷേധമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസും പ്രതിഷേധത്തിന് കൂട്ടുന്നുണ്ട്. പ്രതിഷേധിച്ച MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രതികളെ ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കിയത്. നേരത്തെ ഇവർ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതിപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിലും പ്രതിഷേധത്തെ കണക്കിലെടുത്തുകൊണ്ട് ഈ ജുവനൈൽ ഹോമിന് സമീപത്തെ സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ വീണ്ടും രാവിലെ മുതൽ തന്നെ പ്രതിഷേധം വന്നു. ഒരു തരത്തിലും പ്രതികളെ പുറത്തേക്ക് ഇറക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം കനക്കുമെന്ന പശ്ചാത്തലത്തിലാണ് ഈ ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. എന്നാലും പ്രതിഷേധത്തിന് കുറവില്ല, അയവില്ല. വളരെ വൈകാരികമായിട്ടാണ് ഈ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ ഇതിൽ പ്രതികരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരും അങ്ങനെ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഒരു നിരപരാധിയായ ഒരു കൊച്ചിനെയാണ് ഇവന്മാർ കൊന്നത്. ഈ 15 വയസ്സുള്ള ഈ പ്രായത്തിൽ യുവന്മാരൊക്കെ കൊല ചെയ്യാനുള്ള ഒരു കൊച്ചിനെ കൊല്ലാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇവനൊക്കെ ഭാവിയിൽ എന്തായിരിക്കും ചെയ്യാൻ പോണം? ഇവനൊക്കെ പുറത്തിറങ്ങിയാൽ ഇനിയും ആളിനെ കൊല്ലും. ഇവനെ ഒന്നും വളരാൻ അനുവദിച്ചുകൂടാ. ഈ 5 ക്രിമിനലുകൾക്ക് SSLC എഴുതാൻ പെർമിഷൻ കൊടുത്തിരിക്കുന്നു. കഷ്ടം തന്നെ. ഇവനൊക്കെ നാട്ടിന് ഭീഷണിയാണ്, നാടിന് ആപത്താണ്. ഗൾഫിലെ ശിക്ഷ തന്നെ നമ്മുടെ നാട്ടിലും വരണം. അതാണ് ഇനി വേണ്ടത്.